ഞങ്ങളുടെ കോളേജിന്റെ ഓപ്പോസിറ്റ് ഒരു ആവലാഞ്ച് വാലി എന്നും പറഞ്ഞ പേരുള്ള ഒരു ബേക്കറി ഉണ്ടായിരുന്നു. പുള്ളിക്ക് വണ്ടി കച്ചവടം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി നല്ല സുഖമായിട്ടൊക്കെ വണ്ടി. അപ്പോൾ 2 വീലർ വിൽക്കാൻ വന്നപ്പോൾ ഒരാളോട് ഞാൻ അതെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം കിക്കറയിൽ കാക്ക വന്നിരുന്നാൽ അത് സ്റ്റാർട്ടായി പോകും, അത്ര സ്മൂത്തായിട്ട് സ്റ്റാർട്ടാവുന്ന വണ്ടിയാന്ന് പറഞ്ഞൊരു ബജാജ് ചേത്തൊക്കെ വിൽക്കാൻ വേണ്ടി നോക്കി. മേടിക്കാനുള്ള ആൾ വന്നു, ഒറ്റ അടിക്ക് സ്റ്റാർട്ടാന്ന് പറഞ്ഞ് പുള്ളി ഒരടി അടിച്ചു, സ്റ്റാർട്ടായില്ല. 2 അടിച്ചു, 3 അടിച്ചു, 4 അടിച്ചു, 10-15 അടിയായപ്പോൾ ഈ മേടിക്കാൻ വന്ന ആള് ഒറ്റയടിക്ക് സ്റ്റാർട്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇയാള് ഒറ്റയടിക്ക് സ്റ്റാർട്ട്, ആ ഒരടിയാണ് ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നതെന്ന്. ബുള്ളറ്റ് മാത്രം നന്നാക്കുന്ന ഒരു കടയുണ്ടായിരുന്നു ഞങ്ങളുടെ. ബുള്ളറ്റ് സ്പെഷ്യലിസ്റ്റാണ് പുള്ളി. ബുള്ളറ്റ് പഴയ 65 മോഡൽ ബുള്ളറ്റ് റീസ്റ്റോർ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ബുള്ളറ്റ് നന്നാക്കുന്ന വർക്ക്ഷോപ്പ്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ 10ാം ക്ലാസ് പോയപ്പോൾ ആശാൻ ബുള്ളറ്റ് നന്നാക്കുന്ന എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അവൻ്റെ ആശാൻ്റെ വർക്ക്ഷോപ്പിൽ ഇവനെ പണിക്ക് നിർത്താൻ വേണ്ടി കൊണ്ടുപോയി. ആശാൻ്റെ വർക്ക്ഷോപ്പിൽ പണിക്കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം തന്നെ ആശാൻ ഇവനോട് പറഞ്ഞു, എടാ നീ പോയിട്ട് 10-12 സ്പാനറിങ് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്പാനറിൻ്റെ ഒരു സൈഡിൽ 10ഉം മറ്റേ സൈഡിൽ 12ഉം അങ്ങനെയാണല്ലോ ഇതിൻ്റെ സൈസ്. ആ 10-12 സ്പാനർ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞപ്പോഴേ ഇവൻ പോയിട്ടൊരു 10-12 സ്പാനർ എടുത്തുകൊണ്ട് വന്നിട്ട് പുള്ളിക്ക് കൊടുത്തേക്കുക ഏതാ വേണ്ടതെന്ന് ചോദിച്ചിട്ട്. ഇയാൾ പ്രച്ഛന്ന വേഷത്തിൽ അതിവിദഗ്ധനാണ്. ആമാ പുള്ളിയുടെ പലതരത്തിൽപ്പെട്ട വേഷങ്ങൾ ഈ പുള്ളി കെട്ടിക്കൊണ്ടുവരും. അപ്പോൾ പ്രച്ഛന്ന വേഷം ഓണത്തിന് റാലി സാജുവിൻ്റെ നാട്ടിൽ ഇങ്ങനെ തുടങ്ങണം. അപ്പം ഇയാൾ വർഷാവർഷങ്ങളായിട്ട് പ്രച്ഛന്ന വേഷത്തിൽ വിദഗ്ധനായതുകൊണ്ട് ഇയാളുടെ വേഷം വന്നെങ്കിൽ മാത്രമേ റാലി തുടങ്ങുള്ളൂ. പുള്ളിയുടെ പുള്ളിക്ക് എവിടെ നിങ്ങൾ വന്നിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഓൺ ദ വേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ സംഗതി വെച്ചാൽ പുള്ളി ഗോതമ്പ് മാവ് കൊണ്ട് ആമയുടെ തൊണ്ടുണ്ടാക്കി വരച്ചു വെച്ചേക്കുക, ആമയുടെ തൊണ്ട്. എന്നിട്ട് പുള്ളി ആമയുടെ വേഷം കെട്ടിയേക്കുക. എന്നിട്ട് 6 കിലോമീറ്റർ പുള്ളി 4 കാലം നടക്കണം. ഈ തൊണ്ടും വെച്ചിട്ട് 6 കിലോമീറ്റർ ആമ നടക്കണം. ഇതാണ് പുള്ളിയുടെ പ്രച്ഛന്ന വേഷം. പുള്ളി സൈക്കിളെ വരുമ്പോ തൊട്ട് പുള്ളിയുടെ പുറകെ ഒരു 20 കാക്ക ഓടിച്ചിട്ട് കൊത്തുവാ ഗോതമ്പ് തിന്നാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 20 കാക്കേനെയും പുറത്ത് വെച്ചോണ്ട് ഒരു ആമ റോട്ടിൽ കൂടെ നടക്കുക. കൂടെ 4 പേര്. 4 കിലോമീറ്റർ ഉണ്ട് ഈ 4 കിലോമീറ്റർ ഉണ്ട്. 1.5 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് മഴ പെയ്ത്. അപ്പൊ ആമ പടരാൻ തുടങ്ങി. ഇങ്ങനെ ഗോതമ്പ് പൊടി അങ്ങ് വിരിഞ്ഞ് അവസാനം ആമ റോട്ടിൽ കൂടെ ഒഴുകി നടന്ന് അവിടെ ലാസ്റ്റ് ഫൈനലിൽ എത്തിയപ്പോഴേ ഒരു പുള്ളി പറയാ, സാബു തന്നെ കള്ള് കുടിച്ചിട്ടാണോ വന്നത്, 4 കാലേ വരുന്നുണ്ടല്ലോ ഒന്ന് ഫിനാലെ പോയിന്റിലേക്ക്. തൊണ്ട് കംപ്ലീറ്റ് പോയി. ഈ സാബു ചേട്ടനെ ഈ പറഞ്ഞ പുള്ളി സാജുവിൻ്റെ അലക്കത്തുള്ളതാ. പുള്ളിക്ക് ആമ പുള്ളിയുടെ ഭയങ്കര വീക്ക്നെസ്സാ. പുള്ളി ഇപ്പം തിന്നാൻ പാടില്ല. അന്നൊക്കെ ആമയെ പിടിച്ച് തിന്നും ആൾക്കാർ. ആമയെ കറി വെച്ച് തിന്നും. പുള്ളി കറി വെച്ച് തിന്നുക മാത്രമല്ല, ആമേനെ കറി വെച്ചിട്ട് ടിഫിൻ ബോക്സിൽ കൊച്ചിന് സ്കൂളിലേക്ക് കൊടുത്തു വെച്ചു ആമയിറച്ചി. ഇതെന്താന്ന് വെച്ചാൽ ഇത് ആമയിറച്ചി എന്നാണ് പിള്ളേര് കരഞ്ഞു മിസ്സിനോട്, എനിക്ക് ആമയിറച്ചി ആമ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ മിസ് ഭയങ്കര പ്രശ്നമായിട്ട് മിസ് ഇയാൾ മോനോട് പറഞ്ഞു, നാളെ വരുമ്പം അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറ, ആമയിറച്ചിയുടെ അത് ചോദിക്കാൻ വേണ്ടിയാന്ന് പറ കേട്ടോ എന്ന് പറഞ്ഞു വിട്ടേ. അപ്പോൾ കൊച്ചു വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായി. ആമയിറച്ചി ചോദിക്കാനാണ് അച്ഛനെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി വീട്ടിൽ നിന്ന് ഒരണ്ടാവില്ല ആമയിറച്ചിയും കൊണ്ട് സ്കൂളിൽ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി വിത്ത് ഡിസ്പോസിബിൾ പ്ലേറ്റ്. പുള്ളിക്കാരൻ വന്നപ്പോൾ ടീച്ചർ അതെ എന്തായി കാണിച്ചേ, ഇതെന്തായി കൊണ്ടുവന്നേക്കെന്ന് വെച്ചപ്പോൾ ഇല മാറ്റിയിട്, ആമയിറച്ചിയാ എല്ലാവരും കഴിച്ചോളെ. മോനോട് പറഞ്ഞു വിട്ടില്ലേ?